കേരളത്തിന്റെ സമ്പന്നമായ സംസ്കാരവും ചരിത്രവും ആഴത്തിൽ ആസ്വദിക്കാനുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ കേരള മ്യൂസിയം. ഇവിടം സന്ദർശിക്കുന്നത് ഒരു യാത്ര മാത്രമല്ല, അതൊരു അനുഭവമാണ്. കേരളത്തിന്റെ വിവിധ കലാരൂപങ്ങൾ, വർഗീയ വിഭാഗങ്ങൾ, ജീവിത രീതികൾ എന്നിവ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനുമായാണ് ഈ മ്യൂസിയം രൂപം കൊണ്ടത്. ഇന്ന് ഇതൊരു പഠന കേന്ദ്രവും കലാസാന്ദ്രമായ ഒരു സഞ്ചാര കേന്ദ്രവുമാണ്. മ്യൂസിയത്തിനകത്തു കടന്നാലുടൻ തന്നെ പഴമയുടെ മാധുര്യത്തിൽ നമ്മളെ ആവരണം ചെയ്യുന്നു. മുന്നിലായി മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്. അവിടെ നിന്നും കൊണ്ട് പീരങ്കിയും കുതിരവണ്ടിയും ചുമടുതാങ്ങിയും പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. മ്യൂസിയത്തിലെ ജീവനക്കാരെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഈ കെട്ടിടത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രാജഭരണകാലത്ത് ചീഫ് സെക്രട്ടറിമാരുടെ ബംഗ്ലാവായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാംബു കർട്ടൻ കൊണ്ട് മറച്ചിരിക്കുന്ന മനോഹരമായ വലിയ വരാന്തകളും കൂറ്റൻ പില്ലറുകളും ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ചെന്നു കയറുമ്പോൾ തന്നെ കല്ലിൽ തീർത്ത വിഗ്രഹങ്ങൾ വളരെ മനോഹരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. പഴയകാല വരാന്തകളിൽ കൂടിക്കാഴ്ചകളും ആഘോഷങ്ങളും സന്തോഷവും വിശ്രമ കേന്ദ്രങ്ങളുമുണ്ട്. ഒപ്പം കണ്ണീരോടെ യാത്ര പറഞ്ഞവരും ചിരിയോടെ വരവേൽപ്പും ഉണ്ടായിരുന്നു. വരാന്ത ഒരു ഓർമ്മയാണ്, ശാന്തതയുടെ ഒരു ഇരിപ്പിടമാണ്. കാലാവസ്ഥയും കാലഘട്ടവും മറന്ന് നമ്മളെ കാത്തിരിക്കുന്ന പൈതൃകം. ജീവനുള്ള ഡയറോമങ്ങൾ, പഴയകാല നാലുകെട്ട് വീടുകൾ, ക്ഷേത്ര മോഡലുകൾ എന്നിവയുടെ അദ്വിതീയ പ്രതിരൂപങ്ങളും ചുവർ ചിത്രങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ജനാലകൾ വെറും തടിയല്ല, അത് വീടിന്റെ ആത്മാവാണ്. പഴയതിൻ്റെ സ്മരണകളും ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു ചില്ലുപടിയാണ്. വെളിച്ചത്തിൻ്റെയും ആത്മസ്നേഹത്തിൻ്റെയും പ്രതീകമാണ് വിളക്ക്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള വിളക്കുകൾ കാണാൻ കഴിയും. തൂക്കുവിളക്ക്, കിളിവിളക്ക്, കമ്പിവിളക്ക്. ഓരോ വിളിക്കും തന്നെ ഒരു പ്രത്യേകതയും പ്രതീതിയുമുണ്ട്. ഒരു വിളക്കിന്റെ പ്രകാശത്തിൽ ഈ ലോകം തന്നെ മാറ്റാൻ കഴിയും. അതാണ് നമ്മുടെ പാരമ്പര്യത്തിന്റെ മഹത്വം. വീടിന്റെ ഹൃദയമാണ് അകത്തളം. അതെ, മനസ്സിന് സമാധാനം പകരുന്ന ഒരു അകത്തളം എപ്പോഴും നമ്മെ സന്തോഷിപ്പിക്കും. ഒരു മനോഹരമായ അകത്തളം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിന് സമാധാനം നൽകാൻ മാത്രമല്ല, അതൊരു ജീവിത ശൈലി കൂടിയാണ്. നമ്മുടെ വീടിന്റെ മുറ്റം വിശാലമാക്കുന്നതിന് പകരം നടുമുറ്റം ഇതുപോലെ വിശാലമായിരുന്നാൽ കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാനും കുടുംബ ചർച്ചകൾക്കും നല്ലൊരു സ്ഥലമാകും. ഇവിടെ പഴയ കാലത്തെ കട്ടിലും കസേരയും മുറുക്കാൻ ചെല്ലവും ചുണ്ണാമ്പ് പെട്ടിയും അടയ്ക്കാപ്പെട്ടിയും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആധുനിക ഉപകരണങ്ങൾ ഇല്ലാതെ ഇൻസ്റ്റന്റ് നൂഡിൽസും മൈക്രോവേവും ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ ഭക്ഷണവും പ്രകൃതിയോടും സമൂഹത്തോടും ആഴത്തിൽ ബന്ധപ്പെട്ട് സ്നേഹത്തോടെ പാചകം ചെയ്തിരുന്ന ഒരു കാലം സങ്കല്പിക്കാൻ കഴിയുമോ? ഇന്ന് നമ്മൾ ഒരു പ്രദർശനം കാണുകയല്ല, ഒരു പരമ്പരാഗത കേരള ഭവനത്തിന്റെ ഹൃദയത്തിലേക്ക്, അതിൻ്റെ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇതാണ് പരമ്പരാഗത കേരള അടുക്കളയുടെ ഹൃദയവും ആത്മാവും. വിറകുപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു അടുപ്പ്. സാധാരണ ഇഷ്ടികയോ കളിമണ്ണോ കൊണ്ടാണ് ഇവ ഉണ്ടാക്കുന്നത്. ബ്ലെൻഡറും ഫുഡ് പ്രോസസ്സറും മറന്നേക്കൂ, ഇവിടെ അരകല്ലും അമ്മിക്കല്ലുമുണ്ട്. ചിരട്ട കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ ലളിതമായ തവികളും ചട്ടുകങ്ങളും കാണാം. പൂർവികരുടെ വൈദഗ്ധ്യവും ലാളിത്യവും പ്രകടിപ്പിക്കുന്ന സംരക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ നേർക്കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് ഇതിലെ ഓരോ സാധനങ്ങളും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുട്ട, വട്ടി, ചീനിച്ചട്ടി, പിന്നെ മൺപാത്രങ്ങൾ, ഉറി, നാഴി, മുറം. പരമ്പരാഗത അടുക്കള വെറും പാചകം ചെയ്യുന്ന സ്ഥലമായിരുന്നില്ല, അത് കുടുംബത്തിന്റെ കേന്ദ്രബിന്ദുവും പ്രവർത്തനങ്ങളുടെയും കഥകളുടെയും അതിശയകരമായ സുഗന്ധങ്ങളുടെയും ഒരു കൂടാരമായിരുന്നു. ഇവിടെ പഴയകാല മാതൃകയിലുള്ള ഒരു വാതിൽ കാണാം. അതിൻ്റെ കുറ്റി തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്നത് തടിയിലുണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ്. പഴയ കാലത്ത് അടുക്കളയിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. ഇവിടെ ഓലമേഞ്ഞ ഒരു വീടിന്റെ മാതൃക കാണാം. ഓലമേഞ്ഞ വീടുകൾക്ക് ഒരു തനതായ അന്തരീക്ഷമുണ്ട്. മഴ പെയ്യുമ്പോഴുള്ള ഓലയുടെ ശബ്ദം, ചൂടുള്ള കാലാവസ്ഥയിൽ വീടിനുള്ളിലെ തണുപ്പ് എല്ലാം പ്രകൃതിയുമായി ചേർന്ന് അനുഭവിക്കാനാകുന്ന ഒരു അതിശയമാണ്. സംഗീതത്തിലൂടെ മനസ്സിലേക്ക് എത്തുന്ന ചില പ്രധാന വാദ്യോപകരണങ്ങളാണിവ.
ചെണ്ടയും ഇടയ്ക്കയും മദ്ദളവും എല്ലാം ഇവിടെ കാണാം. ഈ വാതിലുകൾ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. മഴക്കാലത്ത് വാതിലിനരികിൽ നിന്ന് കുട്ടികൾ മഴത്തുള്ളികൾ കാണുമ്പോഴും അതേ വാതിലിനരികിൽ അമ്മ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ ഈ വാതിലുകളിൽ പല കഥകളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തെയ്യത്തിൻ്റെയും കതിരവന്നൂർ വീരന്റെയും രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. മ്യൂസിയത്തിന്റെ യാത്ര അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള സ്മരണികകൾ വാങ്ങാൻ മറക്കരുത്. ഹാൻഡ് ക്രാഫ്റ്റുകൾ, പുസ്തകങ്ങൾ, മ്യൂറൽ കോപ്പികൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. തിരുവനന്തപുരത്തിന്റെ കാഴ്ചകൾ തുടരുന്നു.